എനിക്കിങ്ങനെ സംസാരിക്കുമെന്ന് അറിഞ്ഞൂടാ. ബൈ സംതിങ് ദിസ് എക്സ്പെൻസീവ് ഫോർ മൈസെൽഫ്. നിങ്ങളോടൊക്കെ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയണം, നിങ്ങളെ എല്ലാവരും ഒതുക്കി മാറ്റി നിർത്തിയാലും നിങ്ങളെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഐ വുഡ് ബൈ ദിസ് തിങ്. കാണാമെന്ന് എനിക്കറിയില്ല, കാണാം. ഓക്കെ, ഇത് ഐപാഡ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ആപ്പിൾ പ്രോഡക്റ്റ് ആണിത്. ആക്ച്വലി നിങ്ങൾക്ക് എൻ്റെ ഫോൺ പോയി ഗൈസ്, എൻ്റെ ഫോണിൻ്റെ ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. സോ എൻ്റെ റെഡ്മിയുടെ ഫോണാണ്, അതിൻ്റെ ഒരു ക്യാമറ അടിച്ചു പോയി. അങ്ങനെ ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ് ഈ ഐപാഡ്. ഓക്കെ, ഇതിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കഷ്ടമാണ്, നല്ല എടുക്കാൻ പറ്റും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ എടുക്കാൻ പറ്റും. ആക്ച്വലി ഞാൻ ഐഫോൺ 17 വാങ്ങിക്കാൻ പോയതാണ്, പക്ഷെ അതെൻ്റെ ബഡ്ജറ്റിൽ ഉള്ള ഒരു കാര്യമായിരുന്നില്ല. എൻ്റെ ഫസ്റ്റ് ഐപാഡാണ്, ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണിത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എൻ്റെ ലൈഫിൽ മേടിക്കാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷം ഈ ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് ഭയങ്കര വിഷമിച്ച് നടന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ മുന്നോട്ടിനി പോവോ, എൻ്റെ ലൈഫിന് എന്താകും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് പ്രഷറൊക്കെ അടിച്ച് നടന്നൊരു സമയമാണ്. ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ആൻഡ് ഐ നെവർ തോട്ട് ഐ വുഡ് ബി ഏബിൾ ടു ബൈ എ ഐപാഡ്. ആപ്പിളിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചോളം അത് വലിയൊരു കാര്യമാണ്. ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ്. ഞാൻ കണ്ടന്റ് ക്രിയേഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമെന്നോ ഈ പ്രോഡക്ട്സ് എനിക്കിങ്ങനെ കൊളാബ് കിട്ടുമെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇൻഫാക്ട് വിഷ് ലിങ്ക് യൂസ് ചെയ്യാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഫുള്ള് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഫോണൊക്കെ മേടിച്ചത് എൻ്റെ പാരൻസ് ആണ്. അത് കഴിഞ്ഞ് എനിക്കൊരു പ്രതീക്ഷ ആക്ച്വലി ഇല്ലായിരുന്നു. എനിക്കിനി ഒരു ഫോൺ കിട്ടുമെന്നോ അല്ലെങ്കിൽ എനിക്കൊരു ഐപാഡ് മേടിക്കാൻ പറ്റുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാം എൻ്റെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നടന്നിട്ടുള്ളത്, എല്ലാം നല്ലതായാലും ചീത്തയായാലും. അപ്പോൾ ഞാൻ ഈ ഇയറിൽ എൻ്റെ മാനിഫെസ്റ്റേഷനിലെ ഒരു കാര്യമാണിത്, ആപ്പിളിൻ്റെ ഒരു പ്രോഡക്റ്റ് മേടിക്കണമെന്നുള്ളത്. അപ്പോൾ അത് സാധിച്ചു. ഇപ്പം 2025 ഐ ഹാവ് എ ആപ്പിൾ പ്രോഡക്റ്റ് ഇൻ മൈ ഹാൻഡ്സ്. ഐ ഡോണ്ട് നോ നെക്സ്റ്റ് ഇയർ എന്തായിരിക്കും എൻ്റെ ലൈഫെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിഷൻ ബോർഡൊക്കെ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വിഷൻ ബോർഡൊന്നും ഇല്ലായിരുന്നു, ഞാനൊരു ബുക്കിലായിരുന്നു എഴുതി വെച്ചിരുന്നത്. കാരണം അത്രയ്ക്ക് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫേസ് ആയിരുന്നു കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ. എന്നെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞവർ വരെ എൻ്റെ അടുത്ത് മിണ്ടാതെയില്ല, എന്നെ മാറ്റിയൊക്കെ നിർത്തി. സ്റ്റിൽ ഞാൻ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ഇല്ല. എൻ്റെ കൂടെ പുറത്ത് വന്നുകൊണ്ടിരുന്ന പലരും എൻ്റെ അടുത്ത് മിണ്ടാറൊന്നുമില്ല, സംസാരിക്കാറില്ല. എന്നെ ഒരുമാതിരി അകറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഫേസിലൂടെ ഒക്കെ കടന്നു പോയി ഞാൻ കഴിഞ്ഞ വർഷം ഈ സമയം. പക്ഷെ ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റി ഉള്ള ഫ്രണ്ട്സ് വേണം, ക്വാണ്ടിറ്റിയിലല്ല കാര്യം എന്നുള്ളൊരു കാര്യം ഞാൻ റിയലൈസ് ചെയ്തു. എൻ്റെ ലൈഫിൽ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വീഡിയോയുടെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത്രയ്ക്ക് ഞാൻ സ്ട്രഗിൾ ചെയ്തു എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണിത്. എൻ്റെ എൻ്റെ ലൈഫിൽ I never thought I would buy something this expensive for myself. എനിക്കറിയാം പലർക്കും ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കൂല, പക്ഷെ എനിക്കിത് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. എനർജി എല്ലാം റീഗെയിൻ ചെയ്ത് ഞാൻ വീണ്ടും കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ബ്രോക്കൺ ആയിട്ടുള്ള ആ ഒരു ഇതിൽ നിന്ന് തന്നെ ഞാൻ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. നിങ്ങൾ കാണുന്ന പല വീഡിയോസിലും ഞാൻ ചിരിക്കുമെങ്കിലും എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ആക്ച്വലി എൻ്റെ ലൈഫിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ ലൈഫിൽ ഒരു 10 രൂപ പോലും സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റും എന്ന് ഒരു ചിന്ത ഒന്നും എനിക്കില്ല. എൻ്റെ ലൈഫ് ഫുള്ള് സ്പോയിലായി എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നടന്ന ഒരാളാണ് ഞാൻ.
എന്നെ ഒരു 2017 ഒരു 50 മുതൽ അങ്ങോട്ട് കാണുന്ന പലർക്കും എൻ്റെ എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാമായിരിക്കും. പക്ഷേ അതിൽ പലരും ഇപ്പോഴും എൻ്റെ അടുത്ത് മിണ്ടാത്തവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊക്കെ ഇതായപ്പം വന്ന് മിണ്ടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഐ ആം സോ താങ്ക്ഫുൾ ടു ഗോഡ് ഫോർ ഗിവ് മീ ദിസ് ബ്യൂട്ടിഫുൾ മൂമെന്റ് ഇൻ മൈ ലൈഫ്. ഇത് പലർക്കും ചിരി വരുമായിരിക്കും. ഇറ്റ്സ് ഓക്കെ. നിങ്ങളോടൊക്കെ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയണം. നിങ്ങളെ എല്ലാവരും ഒതുക്കി മാറ്റി നിർത്തിയാലും, നിങ്ങളെ രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ച നിങ്ങളെ ഒരുമാതിരി പറഞ്ഞാലും, നിങ്ങൾ മനസ്സിൽ കുറിച്ച് ഒരു ദിവസം നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ ലൈഫ് എൻ്റയർലി ചേഞ്ച് ആവും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ കിട്ടും. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യും. നമ്മളെ കമ്പയർ ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ ഒരുപാട് ആൾക്കാർ കുറെ ഇങ്ങനെ പറയാനും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. മൂന്നാമതൊരാള് ഒരിക്കലും അല്ല, രണ്ടാമതൊരാള് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ വിഷമങ്ങളെ മനസ്സിലാക്കണമെന്നില്ല. ജഡ്ജ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അതിത്ര എനിക്ക് പറയാനുള്ളൂ ഗൈസ്. നിങ്ങൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് ഫേസ് ചെയ്യണം. ഞാൻ എൻ്റെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞ് വിചാരിച്ച് എനിക്കിനി എൻ്റെ ലൈഫിൽ എനിക്കൊരു ഡിഗ്രി കിട്ടൂല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ആ വിഷമത്തിലും എല്ലാത്തിലും ഞാനത് ക്ലിയർ ചെയ്തു. എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു. അതാണ് എൻ്റെ ഫസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞൊരു സാധനം അതാണ്. കാരണം അത്രയ്ക്ക് പ്രശ്നങ്ങളായിരുന്നു എൻ്റെ ലൈഫിൽ ആ എഡ്യൂക്കേഷൻ ടൈമിൽ ഉണ്ടായിരുന്നത്. ഒരു സാധനം എൻ്റെ ലൈഫിൽ ഇല്ല. ആക്ച്വലി ഞാൻ വാങ്ങിക്കൊന്നും പ്രതീക്ഷിച്ചുമില്ല. എനിക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ, ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് എങ്ങനെ അത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആക്ച്വലി അത്രയ്ക്ക് ഞാൻ ഹാപ്പിയാണ്. 2025 ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി. എനിക്ക് ആദ്യത്തെ ആപ്പിൾ പ്രോഡക്റ്റ് കിട്ടി. എനിക്ക് ആദ്യത്തെ കൊളാബ് കിട്ടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് യൂട്യൂബിൽ 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടി. ഇൻസ്റ്റഗ്രാമിലും 1000 above ഫോളോവേഴ്സ് കിട്ടി. കുറച്ച് പേര് എന്നെ അറിയാൻ തുടങ്ങി. പിന്നെ ഞാൻ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഒക്കെ എനിക്ക് പെൻഡിങ് ആയിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്തു. ആൻഡ് ഐ ഗോട്ട് എവറി സർട്ടിഫിക്കറ്റ് ഐ ഹാവ് ടു അച്ചീവ്. ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി. അതെൻ്റെ അനിയത്തിയോടാണ് താങ്ക് യു പറയാനുള്ളത്. ഞാൻ അവളുടെ സംസാരിച്ചിട്ടില്ല. ആക്ച്വലി അന്ന് ഞാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എനിക്ക് കരച്ചിൽ വരുമായിരുന്നു. എൻ്റെ അനിയത്തി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലായിരുന്നു എന്ന് വിചാരിച്ചിട്ട്. എനിക്കിങ്ങനെ സംസാരിക്കുമെന്ന് അറിഞ്ഞൂടാ. ആദ്യമായിട്ട് കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന ഫോണ് സാംസങ്ങിന്റെ ഫോൺ. അത് വെച്ച് എനിക്കറിയാമെന്നുള്ള പോലെ വീഡിയോ ഇടുമായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയില്ല. ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയില്ല. അതിൽ വോയിസ് ഓവർ ചെയ്യാൻ കഴിഞ്ഞൂടാ. എന്തൊക്കെയും കാട്ടിക്കൂട്ടി അങ്ങനെയായിരുന്നു കണ്ടന്റ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ 1 year ആയിട്ട് ഞാൻ പ്രോപ്പർ കൺസിസ്റ്റന്റ് ആയിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കണ്ടന്റ് ഇട്ട് തുടങ്ങി. ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. പിന്നെ ഇൻസ്റ്റാഗ്രാമില് 2000 above ഫോളോവേഴ്സ് ഇപ്പം എനിക്കുണ്ട്. കുറച്ച് ആൾക്കാരെങ്കിലും എന്നെ അറിയുന്നുണ്ട്. പിന്നെ എനിക്ക് എന്നെ പോലെ തന്നെ കുറച്ച് ഫിനാൻഷ്യൽ ഇൻകം വേണം എന്നുള്ള കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ കൊളാബറേഷനിലൂടെയൊക്കെ എനിക്ക് കാശ് കിട്ടിയ പോലെ തന്നെ അവർക്കും കിട്ടണം എന്ന രീതിയിൽ ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. UGC കണ്ടന്റ് ക്രിയേഷനെ കുറിച്ചെല്ലാം വീഡിയോ ചെയ്തു. ഇങ്ങനെയൊക്കെ ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം എന്ന രീതിയിൽ അതൊക്കെ ചെയ്തു. ആഗ്രഹമുള്ള ഒരു സാധനം ഞാൻ വാങ്ങിക്കാറില്ല. കാരണം എൻ്റെ പൈസ ഇല്ലായിരിക്കും. ഒന്നീ വീട്ടിൽ ചോദിക്കണം, അല്ലെങ്കിൽ അനിയത്തിയോട് ചോദിക്കണം. ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല. പക്ഷെ ഇപ്പൊ ഞാനെൻ്റെ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് എൻ്റെ ലൈഫിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനം എനിക്ക് guys for supporting me. എന്നെ സപ്പോർട്ട് ചെയ്തതിനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും ഇൻഫാക്ട് എൻ്റെ
ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തതിനും എല്ലാത്തിനും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളില്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം എനിക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ കൊളാബ് പോലും എനിക്ക് വരൂല. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ് ആൻഡ് കെയർ. ഓക്കെ, ഞാനൊരു 1 വീക്കായിട്ട് പനി പിടിച്ചടക്കുമായിരുന്നു. അറിഞ്ഞൂടാ എന്താന്ന്, പനിയൊന്നും കുറയുന്നില്ല. നല്ല കോൾഡും ത്രോട്ട് പെയിനും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിട്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ഇന്ന് എനിക്ക് ഒരു ബ്രാൻഡിന്റെ കൊളാബ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുത്ത് അയക്കണം. എനിക്ക് 6 ഡേയ്സിനുള്ള അയക്കണം. ഇന്ന് 5th ഡേ ആണ്, നാളെ കൂടെ ടൈമുള്ളൂ. അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ നോക്കിയപ്പോഴാണ് ഫോണിൻ്റെ ഒരു ക്യാമറ അടിച്ചു പോയി. ഒരു കാരണമില്ലാതെ അത് അടിച്ചു പോയി. അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ചുമ്മാ iPhone 17 വാങ്ങിക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പൈസയൊക്കെ അതിന് വേണ്ടി സേവ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ നോക്കാൻ പോയതാണ്. പക്ഷേ iPhone 17 എനിക്ക് മേടിക്കാനുള്ള കാശ് എൻ്റെ കയ്യിലായില്ല. പക്ഷെ iPad വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. സോ ഐ ബ്രോട്ട് ദിസ് മൈ ഫസ്റ്റ്. ഈ വീഡിയോ അന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകും. എൻ്റെ വഴി എനിക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് iPad. താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കുമ്പോൾ ദൈവം ആദ്യമായിട്ടാണ് ഞാൻ ഓണായിട്ടൊരു സാധനം മേടിക്കണം. എനിക്ക് നന്ദി ഗൈസ്. നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ടാണ് എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആൻഡ് എൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും.